നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾ. ജയസാധ്യത പരിശോധിച്ച് യുവാക്കളെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും 24 പ്രതികരിച്ചു. LDF പ്രചരണത്തിനെതിരെയും ഇരുവരും വിമർശനം ഉന്നയിച്ചു. ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തിലേക്ക് കേരളം കടക്കുന്ന സമയത്ത് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ രംഗത്തുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ഇപ്പോൾ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ്. എന്തൊക്കെയായിരിക്കും ആ മാനിഫെസ്റ്റോയിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക? യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ കഴിഞ്ഞ 10 വർഷം ഈ യുവാക്കളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോയത് എന്നാണ് വിചാരിക്കുന്നത്? തീർച്ചയായും യുവാക്കളെ അവർ പല രീതിയിലും വാഗ്ദാനങ്ങൾ നൽകി വോട്ട് പിടിച്ചു. പക്ഷേ യുവാക്കൾക്ക് വേണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF സർക്കാർ ഉള്ള സമയത്ത് യുവാക്കൾക്ക് നൽകിയിട്ടുള്ള ഒരു പരിഗണന പോലും ഈ ഒരു കഴിഞ്ഞ 10 വർഷം ഇവിടെ സംരംഭങ്ങൾ ഉണ്ടായിട്ടില്ല. വ്യവസായ മേഖലയിൽ ഒരു പുതിയ ഒരു യൂണിക്കായിട്ടുള്ള സാധനങ്ങൾ ഒരു സംരംഭം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു സോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സോൺ ഉണ്ടാക്കാൻ അതിൽ വീഴ്ച പറ്റി, അവർ വെറും വാക്കുകളും വാഗ്ദാനങ്ങളും മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം മത്സരത്തിനെക്കാട്ടിൽ കൂടുതൽ സീറ്റിൽ യൂത്ത് ലീഗ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അത് വിന്നബിലിറ്റി ഒക്കെ നോക്കി പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ അജണ്ടയേ ഉള്ളൂ. ലീഗ് മത്സരിക്കുന്ന മാക്സിമം സീറ്റുകൾ ജയിക്കുക, UDFന് അധികാരത്തിൽ കൊണ്ടുവരിക. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ അജണ്ട. കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ചത് 27 സീറ്റാണ് എന്ന് പറഞ്ഞാൽ 140-ൽ 27 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ്. അപ്പോൾ അതിനകത്ത് പാർട്ടിക്ക് പല ഘടകങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. പരിചയസമ്പന്നരെ പരിഗണിക്കണം, സ്ത്രീകളെ പരിഗണിക്കണം, യുവാക്കളെ പരിഗണിക്കണം. അപ്പോൾ അതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അതിനകത്ത് പിന്നെ വിന്നബിലിറ്റി കൂടി പരിശോധിച്ച് പാർട്ടി കൃത്യമായ ഒരു പരിഗണന ഏത് രീതിയിൽ വേണമെന്നുള്ളത് പാർട്ടി പരിശോധിച്ച് തീരുമാനമെടുക്കും. ഈ യാത്രയിൽ, അതായത് ഗോവിന്ദൻ മാഷയുടെ യാത്രയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് വിമർശിക്കുന്നത്. ആ ബന്ധം കൊണ്ട് UDFന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ ജമാഅത്ത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ജമാഅത്തെ ഇസ്ലാമിയാണോ? കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളെക്കുറിച്ച് CPM ഒന്നും സംസാരിക്കാനില്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു ചെറിയ പാർട്ടി UDFന് പിന്തുണ കൊടുത്തു എന്നുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം? അത് ചർച്ച ചെയ്യുന്നത് തന്നെ CPMന്റെ ആ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുമ്പോൾ കൃത്യമായൊരു ധാരണയുണ്ട് എന്തൊക്കെ വിഷയത്തെയാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി പറയുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും എതിരെ വരുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടിയും യൂത്ത് ലീഗ് നൽകുന്നുണ്ട്. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.